ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. 2 ദിവസത്തെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ശനിയാഴ്ചക്കത്തെയും അതുപോലെ തന്നെ ഞായറാഴ്ചക്കത്തെയും വിശേഷങ്ങളാണ് കേട്ടോ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ശനിയാഴ്ച ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പൂരിയും അതുപോലെ തന്നെ കുക്കറിൽ റെഡിയാക്കിയിട്ടുള്ള ചിക്കൻ കറിയാണ്. ഈ ഒരു ചിക്കൻ കറിയുടെയൊക്കെ റെസിപ്പി നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയതിൻ്റെ ശേഷം ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ പൂരിയും ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് പിന്നെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇന്ന് മക്കളുടെ സ്കൂളിൽ ആർട്സ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. മോള് രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോനെ പിന്നെ അവരുടെ പ്രോഗ്രാം ഈ ഒരു KG സെക്ഷൻ്റെ പ്രോഗ്രാം വരുന്നത് 4:30 ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേരൻസിൻ്റെ കൂടെയാണ് അവരെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്നും ഞാനും മോനും അങ്ങനെ സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അവന് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അവൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. മോള് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടാണ് ഇന്ന് സ്കൂളിലേക്ക് പോയിട്ടുള്ളത്. ഇന്ന് പിന്നെ ഞാൻ ലഞ്ചൊന്നും റെഡിയാക്കിയിട്ടില്ല. കാരണം ഇനി രാത്രിയിലേക്ക് നമുക്ക് നേരെ അങ്ങോട്ട് ആർട്സിന് പോകാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇന്ന് ലഞ്ചൊന്നും റെഡിയാക്കിയിട്ടില്ല. ഹസ്ബൻഡ് പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും റെഡിയാക്കണ്ട, ലഞ്ചിനുള്ളത് അങ്ങനെ ഹസ്ബൻഡ് അവിടെ നിന്ന് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മോനെ അവന് സ്നാക്സായിട്ട് വാട്ടർമെലൻ ഉണ്ടായിരുന്നു, അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും മോനും അവിടെ സെൻറ്ററിലെത്തിയിട്ട് കുറച്ച് സമയം പിന്നെ അവിടെ അങ്ങനെ എന്നതിൻ്റെ ശേഷം പിന്നെ ഇന്നത്തെ ലഞ്ച് പിന്നെ പുറത്തുനിന്നായിരുന്നു. ഹസ്ബൻഡ് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇന്ന് പിന്നെ വീട്ടിലൊന്നും റെഡിയാക്കിയിട്ടില്ല. കാരണം പിന്നെ നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും രാത്രി ലേറ്റാവും. അതിനെ റെഡിയാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെയൊന്നും റെഡിയാക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഹസ്ബൻഡ് ലഞ്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നോർമൽ സാധാ ചോറും കറികൾ തന്നെയാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ഫിഷ് ഫ്രൈയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ കൊണ്ടോട്ടിയിലെ ഹസ്ബൻഡിന് പാർട്ട്ണർഷിപ്പ് ഉള്ള ഒരു ഹോട്ടലുണ്ട് കേട്ടോ. അവിടെ നിന്ന് തന്നെയാണ് ലഞ്ചൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഞാനും മോനും കൂടെ അങ്ങനെ ലഞ്ചൊക്കെ കഴിക്കാനിരുന്നു. ടീച്ചേഴ്സും ഉണ്ട് കേട്ടോ, അവരെ പുറത്താണ്, അവർ വീഡിയോസിൽ അങ്ങനെ കാണിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് പിന്നെ ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ മോനും കൂടെ ഒരു 3:30 ആയ സമയത്ത് അങ്ങനെ സെൻറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം 4:30 അവരുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ പോയിട്ട് മോൻ്റെ യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് വേണം സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അവൻ്റെ യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പിന്നെ അങ്ങനെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 4:30 ഒരു സമയത്താണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുള്ളത്. രാത്രിയിലാണ് ഇവരുടെ പ്രോഗ്രാമൊക്കെ വരുന്നത് കേട്ടോ. അങ്ങനെ ഞാനും മോനും കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും മോനുമാണ് പോകുന്നത്. ഞങ്ങളത് ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ സ്കൂളിലെത്തിയിട്ടുണ്ട്. മോള് പിന്നെ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. മോൻ്റെ പ്രോഗ്രാം 4:30 ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ അങ്ങനെ ആ ഒരു സമയത്താണ് പോയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് ഇനാഗ്രേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മക്കളുടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മോന് ഉണ്ടായിരുന്നത് ആക്ഷൻ സോങ്ങും അതുപോലെ മൈമും പിന്നെ ഒരു സ്കിറ്റുമാണ് കേട്ടോ അവനുണ്ടായിരുന്നത്.
തൊട്ടുമുന്നേ പകലിരവില്ലാതെ ക്രൂരത ചെയ്യും ഭക്തിയിലേക്കായി തന്നെ ചിതറിയ ചിരിവാരി മലക്കുകൾ റബ്ബിന്റെ മുമ്പിൽ വന്നു. ഒരു കുഞ്ഞുമോളുടെ ചിതറിയ ചിരിവാരി മലക്കുകൾ റബ്ബിന്റെ മുമ്പിൽ വന്നു. അരുവികളൊഴുകുന്ന ആരാമങ്ങൾ തോറും അവളെയും കൊണ്ടവർ നടന്നു. ഇനി എന്തു വേണമെന്നാരാഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ ഭൂമിയിലേക്കു താണു. ഗസയിൽ തന്നെ പോയി പാർക്കണം, ഇനിയും ശഹീദായി മടങ്ങേണമെന്ന വണ്ണം. وعين تنزف ماء في فضاء بين فضاء لا مكان له في الوجود. لم لا لم لا 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 لم لا لم لا 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 لا. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാമൊക്കെ തീർന്നപ്പോൾ ഏകദേശം ഒരു 12:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിലെത്തിയപ്പോഴേക്കും 1 മണി 1:30 ആവാനായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ ഹസ്ബൻഡ് അങ്ങനെ നേരത്തെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതായത് പിറ്റേ ദിവസത്തെ അതായത് ഞായറാഴ്ചക്കത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ എണീറ്റപ്പോൾ ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ട്. കാരണം ലൈറ്റായി കിടന്നത് കൊണ്ട് തന്നെ. പിന്നെ പൊറോട്ട വാങ്ങിച്ചിട്ട് പിന്നെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പൊറോട്ട ആയിരുന്നു കേട്ടോ. വേറെ ഒന്നും ഉണ്ടാക്കാനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഹസ്ബൻഡ് പൊറോട്ട വാങ്ങിച്ചു വന്നു. പിന്നെ അതായത് ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഇനി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ലീവാണല്ലോ. അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ബീഫ് കറിയും നെയ്ച്ചോറുമാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ അതായത് ഒരു സ്പെഷ്യൽ ബീഫ് കറിയാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് കുക്കറിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. നല്ലപോലെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ബീഫാണ് ഇത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം 1 കിലോ ബീഫ് ഉണ്ട് കേട്ടോ. അത് ആദ്യം നമുക്ക് ഒരു വെളിച്ചെണ്ണയിൽ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബീഫ് കറി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഇതൊക്കെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിപ്പോൾ
ഇനി നമ്മൾ ഒരു മസാലപ്പൊടികൾ വേറെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ബീഫിലേക്കുള്ള മസാലപ്പൊടികൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഇതാ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ബീഫ് കറിക്ക് നമുക്ക് പള്ളിയിൽ നിന്നൊക്കെ നേർച്ചക്കൊക്കെ കിട്ടുന്ന ഒരു ബീഫില്ലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇതുപോലെ റെഡിയാക്കി നോക്കുകയാണെങ്കിൽ. അങ്ങനെ ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ നമ്മൾ വറുത്തിട്ട് പൊടിച്ചെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ അതിനൊന്നും നിന്നിട്ടില്ല, പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മസാലപ്പൊടികൾ അങ്ങനെ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒരു സവാളയും പിന്നെ തക്കാളിയാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്, നല്ല പോലെ തന്നെ പേസ്റ്റ് ആക്കി എടുത്തിട്ടില്ല, ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതിനത് അതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സവാളക്ക് പകരം ചെറിയുള്ളി വേണമെങ്കിൽ എടുക്കാം കേട്ടോ, അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യം നമ്മളൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ബീഫിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഒരു 1/2 കപ്പ് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 8-9 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ബീഫിൻ്റെ ഒരു വേവ് അനുസരിച്ചിട്ട് വിസിലിൻ്റെ എണ്ണത്തിലൊക്കെ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ബീഫ് വേവാൻ എടുക്കുന്നത് അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാം. നെയ്ച്ചോറ് ഞാൻ കുക്കറിൽ തന്നെയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അതാ വേറൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നേരെ അരി ചേർത്ത് കൊടുക്കണം. ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു നെയ്ച്ചോറാണ് കേട്ടോ. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ക്യാരറ്റും അതുപോലെ തന്നെ ഒരു സവാളയുടെ പകുതിയും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അവിടെ ഒരു ബേ ലീഫ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പട്ട, പിന്നെ 2-3 ഏലക്കായും അതുപോലെ തന്നെ ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഈ ഒരു രമ്പയിലുണ്ടല്ലോ, ഇതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് 2 എണ്ണമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് കെട്ടിയിട്ടാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു രമ്പയിൽ നമ്മൾ നെയ്ച്ചോറിലേക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവർ, നല്ലൊരു സ്മെല്ലാണ് ഈ നെയ്ച്ചോറിന്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു നെയ്ച്ചോറ് ഉള്ളിയും ഒന്ന് വഴറ്റിയിട്ടല്ല റെഡിയാക്കുന്നത്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഈ ഒരു കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന ഒരു നെയ്ച്ചോറിൻ്റെ ഒരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഒരു വിസിൽ മതി കേട്ടോ. ഒരു വിസിൽ വന്ന ഉടനെ അത് ഫ്ലെയിം ഓഫ് ചെയ്ത് അതിൻ്റെ ഫുൾ പ്രഷറും കളഞ്ഞെടുക്കണം. അങ്ങനെ ഒരു അടുപ്പിൽ ബീഫും മറ്റേ അടുപ്പിൽ നെയ്ച്ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു സമയം കൊണ്ട് അങ്ങനെ ബീഫ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഇനി ആ ഒരു സ്റ്റൗവിൽ തന്നെ ഞാൻ കാബേജ് തോരൻ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജ് ചേർത്ത് കൊടുക്കാം. നെയ്ച്ചോറിൻ്റെ കൂടെ ഈ ഒരു കാബേജ് തോരൻ നല്ലൊരു കോമ്പിനേഷനാണ് അല്ലേ. അങ്ങനെ ആർക്കൊക്കെ ഇഷ്ടമുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ പൊതുവെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാണ്. ഇനി അതിലേക്ക് ഒരു പിടി തേങ്ങയും അതുപോലെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്ക് ബീഫൊക്കെ അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്, നല്ല പോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ബീഫ് ഇവിടെ നല്ല പോലെ തന്നെ കുക്കായിട്ടുണ്ട്. അപ്പോഴേക്കും നെയ്ച്ചോറിൻ്റെ ആ ഒരു പ്രഷറൊക്കെ പോയിട്ട് അതും അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറാണ്. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. അതുപോലെ തന്നെ നല്ല വെള്ള കളറിലാണ് കേട്ടോ ഈ ഒരു നെയ്ച്ചോറ് ഇരിക്കുന്നത്. ഒട്ടും വേവ് കൂടി പോവുകയൊന്നും ചെയ്തിട്ടില്ല. ഈ ഓരോ റൈസാണ് വറ്റൊക്കെ വേറിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കാബേജ് തോരനും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ അതിലേക്ക് പപ്പടം കൂടെ ഒന്ന് കാച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. ഇനി ഇതാ നമുക്ക് ബീഫ് കറി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, അതുപോലെ 1 ടേബിൾ സ്പൂൺ നോർമൽ എരിവുള്ള മുളക് പൊടിയും, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെയാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പൊടികളുടെയൊക്കെ ഒരു പച്ച സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് മല്ലി, മുഴുവനോടെയുള്ള മല്ലി, അതുപോലെ ഉണക്കമുളക് അതൊക്കെ അങ്ങനെ വറുത്തിട്ട് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഒരു സെയിം പാനിലേക്ക് തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ കറിവേപ്പില ഒന്ന് ഈ ഒരു വെളിച്ചെണ്ണയിൽ ഒന്ന് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു എണ്ണയിൽ നല്ല പോലെ തന്നെ ഇതൊന്ന് വഴന്ന് കിട്ടണം. അങ്ങനെ ഇതിവിടെ നല്ല പോലെ തന്നെ ഒന്ന് വഴന്ന് വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു ബീഫ് കറിക്ക്. ഇതുപോലെ റെഡിയാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് റെഡിയാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് അതിൻ്റെ ആ ഒരു കറിയോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് എക്സ്ട്രാ കറി വേണമെന്നുണ്ടെങ്കിൽ അല്പം നല്ല ചൂടുള്ള വെള്ളം, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഒന്നും കൂടെ ഒന്ന് ഈ ഒരു മസാല ഒക്കെ ഈ ഒരു ബീഫിൽ നല്ല പോലെ തന്നെ ഒന്ന് പിടിച്ച് കിട്ടുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ കറിയൊക്കെ അവിടെ നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിൽ ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബീഫ് നിങ്ങൾക്ക് ഇതുപോലെ കറിയോട് കൂടിയിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഞാനിതൊന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അതാ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല പോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ആ ഒരു സെയിം നേർച്ചയിൽ കിട്ടുന്ന ആ ഒരു ബീഫിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനത് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ബീഫ് കറീൻ്റെ കറക്റ്റ് ഒരു പരിവെന്ന് പറയുന്നത്. എണ്ണ ഇതുപോലെ തെളിഞ്ഞ് മുകളിൽ ഇതുപോലെ വരണം. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അതിനത് ആ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങളിതാ ലഞ്ചൊക്കെ കഴിച്ചു. അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം ചായക്ക് പഴംപൊരി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കട്ടൻ ചായയും പഴംപൊരിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ വൈകുന്നേരം ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരോടും ബൈ.